ഡൽഹി ചലോ മാർച്ചിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കർഷകർ. 11 മണിക്കാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിക്കുക. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ നീക്കാൻ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കർഷകർ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഹരിയാന അതിർത്തി മേഖലകളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. ശംഭുവിൽ നിന്ന് വിഷ്ണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ മാർച്ച് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളുമായാണ് കർഷകർ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തന്നെ ഇവർ ഇവിടെ തുടരുകയായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുമോ, അതോടൊപ്പം തന്നെ ചർച്ചകൾ ബലം കാണുമോ എന്ന പ്രതീക്ഷയോടെയായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 4 ചർച്ചകളിലും കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കർഷകർ മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് മിനിമം താങ്ങുവില എന്ന ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യത്തെ പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പകരം ഏതാനും ചില വിളകൾക്ക് 5 വർഷത്തേക്ക് ഈ സഹകരണ സംഘങ്ങൾ വഴി ഒരു നിശ്ചിത വിലയിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് കർഷകർ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ മാത്രമാണ് ഉത്തരവാദികളെന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ന് ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങാനൊരുങ്ങുന്നത്. ഹരിയാന പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് കർഷകർക്ക് നേരെ ഏറ്റവും കടുത്ത നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ടിയർ ഗ്യാസുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അവർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഡുകളിൽ ഗർത്തം കുഴിച്ചും അതോടൊപ്പം തന്നെ മുള്ളുവേലികൾ സ്ഥാപിച്ചും കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമെല്ലാമായിരുന്നു കർഷകരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേരിട്ടത്. എന്നാൽ ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മാത്രവുമല്ല, അത് മറികടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമായാണ് കർഷകർ എത്തിയിട്ടുള്ളത്. കണ്ണുകളിൽ ടിയർ ഗ്യാസ് ഒരുപക്ഷെ പ്രയോഗിച്ചാൽ അതിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള ഗോഗിളുകൾ, അതോടൊപ്പം തന്നെ ഈ മൂക്കിൽ ഈ ടിയർ ഗ്യാസ് കയറാതിരിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലും ഒരുങ്ങി തന്നെയാണ് കർഷകർ ഇത്തവണ ഈ സമരത്തിനായി എത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ നീക്കം ചെയ്യുന്നതിന് മണ്ണുമാന്തി യന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഹൈഡ്രോളിക് ക്രെയിനുകളും കർഷകർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കർഷകർ ഈ സമരത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വഴിയിൽ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കർഷകർ ഇവിടെ നിന്ന് പുറപ്പെടാനായി ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഒരുക്കങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആസൂത്രണം തന്നെയാണ്. കാരണം ഇവിടെ നിരന്തരമായി അനൗൺസ് ചെയ്യുന്നുണ്ട്, ഒരു വാഹനം പോലും, അതായത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, അടിയന്തര സേവനങ്ങൾ ആവശ്യമുള്ള വാഹനങ്ങൾ, അവയൊന്നും തന്നെ തടയരുത്, ബാക്കിയുള്ളവരുടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 200ഓളം കർഷക സംഘടനകളാണ് ഈ സമരത്തിൽ ഭാഗമാകുന്നത്. അതുകൂടാതെ ഈ 200ഓളം കർഷക സംഘടനകളെ കൂടാതെ തന്നെ സംയുക്ത കിസാൻ മോർച്ച പുറമേ നിന്നുകൊണ്ട് ഇവർക്കൊരു പിന്തുണ നൽകുന്നുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിവിധ സംഘടനകളുടെ പതാകകളാണിത്. ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ, എല്ലാ തരത്തിലുള്ള മുൻകരുതൽ ഒരുക്കിക്കൊണ്ട് തന്നെ പോലീസ് ഏത് നടപടി സ്വീകരിച്ചാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തങ്ങൾ ഡൽഹിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് കർഷകർ തീരുമാനിച്ചിട്ടുള്ളത്. കർഷകരുടെ ആവശ്യം ന്യായമായതാണ്, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ഒരു നിലപാട് കർഷകർ മുന്നോട്ട് വെച്ചു. എന്നാൽ അതൊന്നും തന്നെ അംഗീകരിക്കാൻ കർഷകർ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. കിസിക്കോ ഹിന്ദി മാലൂം ഹൈ? हिंदी में बात करना आता है? हिंदी नहीं, हिंदी में करने के बाद कोई बात नहीं। पंजाबी मुझे नहीं आती इसीलिए बताइए। तो आज अब आपका मांग क्या है, सरकार से क्या मांग? सब तो वड्डी मांग है MSP की। हाँ, महीने पर सही रेट वो सानू रेट मिले फिर साडे मसले हल होंदे आ। बाकी छोटियां मोटियां मंगा ओदी कोई एडी तगड़ी गल नहीं हैगी। पुलिस लाठीचार्ज करने का, टियर गैस यूज करने का पूरा चांस है ना? मानो कोई बात ही नहीं, चढ़ियां कले काम दिल्ली फतेह करके आवांगे, कोई गल नहीं, एक बने गल ला के आवांगे। कितने भी प्रॉब्लम हो जाएगा तो फिर भी दिल्ली चलेगा? जरूर जाएगा, जरूर जाएगी, जरूर जाएगी, जो मर्जी हो जाए। हाँ, कहीं करो ऐसे करके जाए हैं। ये लड़ाई आर पार दी है, कोई समस्या आर ते पार। तो आपके खिलाफ ग्रेनेड यूज कर सकता है, टियर गैस यूज कर सकता है, पुलिस लाठीचार्ज कर सकता है। कोई बात नहीं, कोई बात नहीं, लड़ते जाएंगे। तो कोई बात नहीं। ਬਾਰਡਰ ਏਰੀਆ ਤੋਂ ਆਏ ਜੋ ਪਾਕਿਸਤਾਨ ਦੇ ਬਿਲਕੁਲ ਨਾਲ ਹੈ। 35 ਕਿਲੋਮੀਟਰ ਸਾਡੇ ਤੋਂ ਬਾਰਡਰ ਹੈ ਬਿਲਕੁਲ। ਇਸੇ ਨੂੰ ਸਾਡੇ ਨਾਲ ਬਾਰਡਰ ਬਣਾ ਕੇ ਰੱਖ ਦਿੱਤਾ ਹਰਿਆਣੇ ਵਾਲੇ ਨੇ।
जो भी करेंगे हम साथ में चलेंगे। उसे भी गोले तो नहीं डरते पाकिस्तान से, ये तो नहीं डरेंगे। ਇਹ ਵੇਖੋ ਜੀ ਰਾਖੀ ਫਸਲਾਂ ਦੀ ਰਾਖੀ ਨਸਲਾਂ ਦੀ ਆ ਨਸਲਾਂ ਦੀ ਆਉਣ ਵਾਲੀਆਂ ਨਸਲਾਂ ਦੀ ਰਾਖੀ ਆਏ पाकिस्तान ਦੇ ਨਾਲ ਵੀ ਆਈ ਉਸੇ ਕੋਈ ਸਾਡੇ ਦਿਲ 'ਚ ਕੋਈ ਡਰ ਨਹੀਂ ਕੋਈ ਡੁੱਕਰ ਨਹੀਂ ਚੱਲਾਂਗੇ। ਕੋਈ ਡਰ ਨਹੀਂ എന്തായാലും ഭയപ്പെടില്ല, പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കർഷകർ തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ എന്ത് തന്നെ നിലപാട് സ്വീകരിച്ചാലും, പോലീസ് എന്ത് തന്നെ നടപടികൾ സ്വീകരിച്ചാലും, തങ്ങൾ ഇപ്പോൾ സ്വീകരിച്ച നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട്. അതിർത്തി ജില്ലകളിലെല്ലാം ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ തടസ്സമുണ്ട്. അതുതന്നെയാണ് ഇന്റർനെറ്റ് നിരോധനത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക.